نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദീനായ ഇസ്ലാം അതിന് ധാരാളം മനോഹാരിതകളുണ്ട്, സവിശേഷതകളുണ്ട്. ഇസ്ലാമിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും മുഖ്യമായ കാര്യം, ഇസ്ലാമിൻ്റെ മനോഹാരിത ബോധ്യപ്പെടുത്തുന്ന അതിൻ്റെ അധ്യാപനങ്ങളിൽ ഏറ്റവും മനോഹരമായ അധ്യാപനം അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. സൃഷ്ടികൾ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക, അവൻ മാത്രമാണ് ഇബാദത്ത്, ആരാധന അർഹിക്കുന്നത്. ഈ കാര്യത്തിനാണ് അള്ളാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യനെയും സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അതുമാത്രമാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അവരോട് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്, അവനെ മാത്രം ആരാധിക്കാൻ. മുഖ്ലിസീങ്ങളായി ഇബാദത്തിൽ മറ്റൊരാൾക്കും ഒരു പങ്കും നൽകാതെ അള്ളാഹുവിന് മാത്രം അത് വകവെച്ചു കൊടുക്കുക. അതാണ് മുഖ്ലിസീൻ. ശുദ്ധമായ അവസ്ഥയിൽ അവരുടെ ആരാധനകളിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും പങ്കില്ലാത്ത വിധം പരിശുദ്ധമായ നിലക്ക് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരോട് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. ഓരോ നബിമാരെയും അള്ളാഹു നിയോഗിച്ചത് ഇക്കാര്യം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ, നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും പറഞ്ഞയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധനക്ക് ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ, എന്ന് വഹി നൽകിക്കൊണ്ടല്ലാതെ ഒരു നബിയെയും റസൂലിനെയും താങ്കൾക്ക് മുമ്പ് പറഞ്ഞയച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞതെന്താണ്? അവിടുത്തെ പ്രബോധനത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഖുലാസ, അതിൻ്റെ ചുരുക്കം, അദ്ദേഹം അവിടുന്ന് നമ്മെ പഠിപ്പിച്ച ആദർശത്തിൻ്റെ ആകത്തുക എന്താണ്? യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളുക, നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ പ്രബോധന ദൗത്യത്തിൻ്റെ ചുരുക്കം, അതിൻ്റെ ആകത്തുക, അതിൻ്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ പഠിപ്പിച്ചു. ഖുൽ യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ ശക്കിൻ മിൻ ദീനി, പറയുക ജനങ്ങളെ, ഞാൻ പഠിപ്പിക്കുന്ന ദീനിൻ്റെ കാര്യത്തിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ, ഫലാ അഅ്ബുദുല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ഒന്നിനെയും ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല എന്നതാകുന്നു എൻ്റെ ദീൻ. വലാകിൻ അഅ്ബുദുല്ലാഹല്ലദീ യതവഫാകും, മറിച്ച് നിങ്ങളുടെ ജീവനും മരണവും നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. വ ഉമിർതു അൻ അകൂന മിനൽ മുഅ്മിനീൻ, മുഅ്മിനാകുവാൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനാകുവാൻ അവനോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്, ഇതാണ് ഖുർആന്റെ ആത്മാവ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ എന്താണ്, വിശുദ്ധ ഖുർആന്റെ ആശയം എന്താണ്, വിശുദ്ധ ഖുർആന്റെ സന്ദേശം എന്താണ് എന്ന് ചുരുക്കി പറയുകയുണ്ടായി. അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു ثم فصلت من لدن حكيم خبير, അങ്ങേയറ്റത്തെ അറിവുള്ള, എല്ലാം അറിയുന്ന അല്ലാഹു അവതരിപ്പിച്ചതായ ഇഹ്കാമുള്ള, വളരെ പരിപൂർണമായ, സംശയങ്ങൾക്ക് വകയില്ലാത്ത, വിശദമായി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കിതാബാകുന്നു ഇത്. അല്ലാ തഅ്ബുദു ഇല്ലല്ലാഹ് ഇന്നനി ലക്കും മിൻഹു നദീറുൻ വബശീർ, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിച്ചുകൂടൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാകുന്നു ഈ കിതാബ് അവതരിച്ചിരിക്കുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആന്റെ ലക്ഷ്യം. ഈ പഠിപ്പിക്കുന്ന ഇബാദത്ത് എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച, മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ്, അദ്ദുആഉ ഹുവൽ ഇബാദ,
ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദുആ ആകുന്നു, പ്രാർത്ഥനയാകുന്നു ഇബാദത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഉദ്ഊനി, എന്നെ വിളിച്ച് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങളുടെ ദുആ സ്വീകരിക്കും, അതിനുത്തരം ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എൻ്റെ ഇബാദത്ത് അതിനെ തൊട്ട് അഹങ്കരിച്ച് മടിച്ചു നിൽക്കുന്നവൻ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിക്കൊണ്ടവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ ആയത്തുകളിൽ അല്ലാഹു തആല അവനെ മാത്രം ദുആ ചെയ്യാൻ കൽപ്പിച്ചു. തൊട്ടടുത്ത വാചകത്തിൽ അവനെ ഇബാദത്ത് ചെയ്യാത്തവർ നരകത്തിൽ പ്രവേശിക്കുമെന്ന് താക്കീത് ചെയ്തു. അപ്പോൾ ആദ്യം പറഞ്ഞ ദുആ തന്നെയാണ്, രണ്ടാമത് പറഞ്ഞ ഇബാദത്ത് എന്നത് വ്യക്തമാണ്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മനസ്സിലാക്കിയത് നമ്മളാരുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് ഈ ആയത്തിനെ തെളിവാക്കിക്കൊണ്ടാണ് പറഞ്ഞത് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് മാത്രമാണ്, അത് തന്നെയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യർക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണ് പ്രാർത്ഥന, എന്താണ് ദുആ എന്നത്? സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പരസ്പരം നമ്മൾ സഹായം തേടും. എന്നാൽ സൃഷ്ടികളുടെ കഴിവുകൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ആരെയാണോ വിളിക്കുന്നത്, നമ്മൾ എന്താണോ പറയുന്നത്, അതാണ് ദുആ എന്ന് പറയുന്നത്. ഇക്കാര്യം മനുഷ്യർക്ക് അറിയാവുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു തരാൻ ഈ വാക്ക് ഉപയോഗിച്ചത്. അതല്ല ഇതാർക്കും അറിയാത്ത, വളരെ ആഴത്തിൽ പഠിച്ചാൽ മാത്രം അറിയുന്ന, കുറെ കാലം തർക്കിച്ചാൽ മാത്രം വ്യക്തമാകുന്ന ഒരു പദമായിരുന്നു ദുആ എന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞത് നിരർത്ഥകമായി പോകും. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്താണ് എന്ന് ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് അവനെ മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അതുമാത്രമാണ്, ദുആ തന്നെയാണ് ഇബാദത്ത് എന്ന് പറയാനൊരു കാരണമുണ്ട്. എന്താണത്? അള്ളാഹു ഖാലിഖാൻ, നമ്മൾ മഖ്ലൂഖീങ്ങളാണ്. ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ പൂർണ്ണതയുടെയും ഉടമയാണ് ഖാലിഖ്, സൃഷ്ടാവ് എന്ന് പറയുന്നത്. എല്ലാത്തിനും ശക്തിയുള്ളവൻ, എല്ലാ നല്ല ഗുണങ്ങളുടെയും ഉടമയായവൻ, ഒരിക്കലും അവസാനമില്ലാത്തവൻ. സൃഷ്ടി എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ എല്ലാം വിപരീതമാണ്. വളരെ നശ്വരമായ, ഏതാനും അല്പ ദിവസങ്ങൾ മാത്രം ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടാൻ വന്ന വളരെ ദുർബലരായവരാണ് സൃഷ്ടികൾ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ വിശേഷണങ്ങളും പരിമിതമാണ്, നമ്മുടെ എല്ലാ ശക്തിയും വളരെ പരിമിതമാണ്. അള്ളാഹുവിൻ്റെ നേരെ വിപരീതം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേരും തമ്മിൽ, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ, ഖാലിഖും മഖ്ലൂഖും തമ്മിൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമില്ലാത്തവൻ എല്ലാം ഉള്ളവനോട് എന്ത് ചെയ്യണം? അവനോട് ചോദിക്കണം. ഒരു ശക്തിയുമില്ലാത്തവൻ എല്ലാ ശക്തിയുടെയും ഉടമയായ റബ്ബിനോട് അവൻ്റെ ബന്ധം എങ്ങനെയായിരിക്കണം? താഴ്മയുടേതായിരിക്കണം. അവൻ്റെ മുന്നിൽ തൻ്റെ കഴിവുകേടുകൾ, കുറവുകൾ ഏറ്റുപറഞ്ഞ് അവനോട് യാചിക്കുന്നവൻ, ചോദിക്കുന്നവനായിരിക്കണം. അതുകൊണ്ടാണ് ഇബാദത്തിൻ്റെ അടിസ്ഥാനം ദുആ ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന്. അല്ലാഹു തആല അവനെ വിളിച്ച് ദുആ ചെയ്യുന്നവർക്ക് ഉത്തരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. നിന്റെ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം അല്ലാഹു തആല പ്രഖ്യാപിച്ചിരിക്കുന്നു. വഇദാ സഅലക ഇബാദി അന്നി ഇന്നി ഖരീബ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എന്നെ ആർ വിളിച്ച് ദുആ ചെയ്യുന്നുവോ അവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നതാണ്. ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി. അതിനാൽ അവർ എൻ്റെ ഈ പ്രഖ്യാപനത്തിന്, എൻ്റെ ഈ വാഗ്ദാനത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ദുആ ചെയ്യട്ടെ, അവർ എന്നിൽ വിശ്വസിക്കട്ടെ. മാത്രമല്ല അല്ലാഹു തആല മനുഷ്യർക്ക് മുന്നിൽ ഒരു തെളിവായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന്, അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് സൃഷ്ടികൾ അവർ അള്ളാഹുവിന് നേർക്ക് പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തുന്നു എന്ന കാര്യം. അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ. സൂറത്തുൻ നംലിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകളായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ വജൂദിന്, അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവായിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ, നിരവധി തെളിവുകൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു തആല പറയുകയാണ്, അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ. അങ്ങേയറ്റത്തെ ഞെരുക്കത്തിൻ്റെ ദുർഘടമായ അവസ്ഥകളിൽ പ്രാർത്ഥിക്കുന്നവന് ഉത്തരം ചെയ്യുന്നവൻ ആരാണ്? വയക്ഷിഫു സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ്. നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ നീക്കിത്തരുന്ന, ഭൂമിയിൽ ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ എന്ന രീതിയിൽ നിങ്ങളെ മാറ്റി മാറ്റി താമസിപ്പിക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ ആരാണ്? അഇലാഹും മഅല്ലാഹ്. അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹുണ്ടോ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന അള്ളാഹു അല്ലാതെ മറ്റാരാണ് ഇലാഹാകാൻ അർഹൻ? മറ്റാരാണ് ആരാധിക്കപ്പെടാൻ അർഹൻ? അപ്പോൾ ആരാധിക്കപ്പെടാൻ അള്ളാഹുവിന് അർഹതയുണ്ട്, അവന് മാത്രമേ അർഹതയുള്ളൂ എന്നതിൻ്റെ തെളിവായി പറഞ്ഞത് അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ. ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നവന് ഉത്തരം ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന കാര്യമാണ്. മാത്രമല്ല മനുഷ്യരെല്ലാവരും അങ്ങേയറ്റത്തെ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ.
അവർ ആരാധിക്കുന്ന മറ്റു ഇലാഹുകളെ, മറ്റാരാധ്യന്മാരെ മറന്നുപോകും മനുഷ്യർ. ഇക്കാര്യം അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. കരയുടെയും കടലിന്റെയും ഇരുട്ടുകളിൽ നിങ്ങളെ രക്ഷിക്കുന്നവരാരാണ്? നിങ്ങൾ അങ്ങേയറ്റം താഴ്മയോടുകൂടി അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഞെരുക്കത്തിൽ നിന്ന്, കടലിലെ ഇരുട്ടിൽ നിന്ന്, തിരമാലകളിൽ നിന്ന്, അപകടത്തിൽ നിന്ന് രക്ഷിച്ചാൽ ഞങ്ങൾ നന്ദി കാണിക്കുന്നതാണ്. ഈ പ്രയാസത്തിൽ നിന്ന്, കടലിൽ മുങ്ങിത്താഴുന്നതിൽ നിന്ന്, മറ്റെല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. പക്ഷെ നിങ്ങൾ വീണ്ടും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ എങ്ങാനും വന്നാൽ, അല്ലെങ്കിൽ അന്ത്യനാൾ സംഭവിച്ചാൽ, അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലും നിങ്ങൾ വിളിക്കുമോ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ? قل أرأيتكم إن أتاكم عذاب الله أو أتتكم الساعة أغير الله تدعون إن كنتم صادقين بل إياه تدعون ألا നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ. بل إياه تدعون فيكشف ما تدعون إليه إن شاء وتنسون ما تشركون. അവൻ നിങ്ങളുടെ ദുആ സ്വീകരിച്ചേക്കാം, സ്വീകരിക്കാതിരുന്നേക്കാം. وتنسون ما تشركون. നിങ്ങൾ പങ്കു ചേർക്കുന്ന വിഗ്രഹങ്ങളെയൊക്കെ നിങ്ങൾ ആ സമയത്ത് മറന്നു പോവുക തന്നെ ചെയ്യും. ഇപ്പോൾ മുശ്രിക്കുകൾ പോലും, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവർ പോലും സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ, മറ്റു പ്രതീക്ഷകളില്ലാതെയായാൽ അല്ലാഹുവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. ഇത് ദുആഇന്റെ പ്രത്യേകതയാണ്. അഥവാ എല്ലാ മനുഷ്യർക്കും അറിയാം ആത്യന്തികമായി ദുആക്ക് ഉത്തരം ചെയ്യാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റാർക്കും രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പായാൽ എല്ലാവരും അല്ലാഹുവിനെ മാത്രം വിളിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിൽ പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. കപ്പൽ മുങ്ങിത്താകുന്ന സമയത്ത് വഇദാ മസ്സകും ദുർറു ഫിൽ ബഹർ, കടലിൽ വെച്ച് ഒരു ഞെരുക്കം നിങ്ങളെ ബാധിച്ചാൽ, കടലിൽ ബാധിക്കുന്ന ഞെരുക്കം എന്താണ്? കാറ്റിലോ മറ്റോ പെട്ട്, അല്ലെങ്കിൽ കപ്പൽ കടലിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ. അങ്ങനെ ഉണ്ടായാൽ അല്ലാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെല്ലാം അപ്രത്യക്ഷരാകും, അവരെല്ലാം നിങ്ങൾ മറന്നുപോകും. പക്ഷെ നിങ്ങൾ കരയിലേക്ക് അല്ലാഹു രക്ഷിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനെ മറക്കും, മനുഷ്യൻ നന്ദികെട്ടവനാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ മനുഷ്യർ അല്ലാഹുവിനെ അറിയുന്നവരാണ്. അല്ലാഹു ആരാണ് എന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം. എല്ലാ പ്രതീക്ഷകളും മറ്റുപോകുന്ന സന്ദർഭത്തിൽ തങ്ങൾ രക്ഷിക്കാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനുഷ്യർക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ട് അവനല്ലാത്തവരെ നിങ്ങൾ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ മനുഷ്യരുടെ ഈ വൈരുദ്ധ്യത്തെ, മനുഷ്യരുടെ ഈ ബുദ്ധിമോശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞ് തിരുത്തുന്നതും ആക്ഷേപിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല അവൻ്റെ കഴിവിനെക്കുറിച്ച്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന സൃഷ്ടികളെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്തുള്ള അവസ്ഥകൾ, അതുപോലെ തന്നെ ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, മഴ വർഷിപ്പിക്കുന്നത്, കപ്പലുകളെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നത്, ഇതെല്ലാം പറഞ്ഞ് വിവരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ ويولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى. രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നവൻ, കൃത്യസന്ദർഭങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പകലുകൾ മാറി വരുന്നത് സംവിധാനിച്ചവൻ. വസഖറ الشمس والقمر, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചവൻ, സംവിധാനിച്ചവൻ. കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മ, അവയെല്ലാം അതിൻ്റെ കണക്കനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അല്ലാഹു ആകുന്നു അവനാണിതെല്ലാം ചെയ്തവൻ. ലഹുൽ മുൽക്ക്, അവനാകുന്നു ആധിപത്യം. പക്ഷെ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ, ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താത്തവരെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. രാവും പകലും സൂര്യനും ചന്ദ്രനും എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്. എന്നിട്ട് ഇതൊന്നുമില്ലാത്ത സൃഷ്ടികളുടെ പിന്നാലെ നിങ്ങൾ പോകുന്നു, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല പറഞ്ഞു, അലം തറ അന്നല്ലാഹ അല്ലദീ യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമർ കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചവൻ, രാവിനെയും പകലിനെയും സംവിധാനിച്ചവൻ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير. അല്ലാഹു ആകുന്നു ഹക്കായവൻ, അവനല്ലാതെ ആരെയൊക്കെ മനുഷ്യൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം ബാത്തുലാകുന്നു.
അല്ലാഹു ആകുന്നു അൽ അലി അൽ കബീർ, ഏറ്റവും ഉന്നതനായവൻ, ഏറ്റവും വലിയവൻ. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ദുരിബ മഥലുൻ ഫസ്തമിഊ ലഹു, ജനങ്ങളെ നിങ്ങൾക്കൊരു ഉപമ ഇതാ പറഞ്ഞു തരുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബൻ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല. ഈച്ച വല്ലതും പിടിച്ച് കൊണ്ടുപോയാൽ, അവരുടെ ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും ഈച്ച എടുത്ത് കൊണ്ടുപോയാൽ അത് തിരിച്ചു പിടിക്കാനുള്ള കഴിവ് പോലുമില്ല. ഈച്ചയെ സൃഷ്ടിക്കാൻ പോയിട്ട് ഒരു ഈച്ചയെ നിയന്ത്രിക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. വിളിച്ച് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യനും എത്ര ദുർബലരാണ് എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. സൂറത്ത് സുമറിൽ അല്ലാഹു തആല പറയുന്നു മുശ്രിക്കുകളുടെ അവസ്ഥ, മുശ്രിക്കുകളുടെ വൈരുദ്ധ്യം. സൃഷ്ടാവ് അല്ലാഹുവാണെന്ന് അറിഞ്ഞിട്ടും, എല്ലാത്തിൻ്റെയും നിയന്ത്രണം അല്ലാഹുവിൻ്റെ കയ്യിലാണെന്ന് അറിഞ്ഞിട്ടും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരുടെ ആവശ്യങ്ങളും ഔലാദികളും ബോധിപ്പിക്കുന്നവർ, അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നു, അവരോട് നീ ചോദിക്കുകയാണെങ്കിൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണ് എന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്ന് അവർ പറയും. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അവരോട് ചോദിക്കുക, അല്ലാഹു വല്ല പ്രയാസവും എനിക്ക് വരുത്താൻ തീരുമാനിച്ചാൽ നിങ്ങൾ വിളിക്കുന്ന ഈ ഇലാഹുകൾ എന്നെ രക്ഷിക്കുമോ? അള്ളാഹു എനിക്ക് പോലെ റഹ്മത്തും ചെയ്യാൻ തീരുമാനിച്ചാൽ അത് തട്ടിമാറ്റാൻ ഇവർക്ക് സാധിക്കുമോ? എന്നാലല്ലേ അവരെ വിളിക്കേണ്ടതുള്ളൂ, അള്ളാഹുവിന് പുറമെ അവരെ ആശ്രയിക്കേണ്ടതുള്ളൂ. ഹസ്ബി അല്ലാഹു ഖുൽ ഹസ്ബി അല്ലാഹ്, നീ പറയുക എനിക്ക് അള്ളാഹു മാത്രം മതി, ആവശ്യങ്ങൾ ചോദിക്കാൻ, പ്രയാസങ്ങൾ തടുക്കുവാൻ അള്ളാഹു മാത്രം മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ, തവക്കുലാക്കുന്നവർ അവനിൽ ഭരമേൽപ്പിക്കട്ടെ, തവക്കുലാക്കട്ടെ. ഇതാണ് വിശുദ്ധ ഖുർആന്റെ ആശയം. ഖുർആനിലെ ഏത് സൂറത്തെടുത്താലും അള്ളാഹു തആല പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഈ ആയത്തുകളിലൂടെ, ഇത്രയും നമ്മൾ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ തൗഹീദിന്റെ ആയത്തുകളിലൂടെ അള്ളാഹു തആല പറയുന്ന കാര്യം എന്താണ്, അതിന്റെ ചുരുക്കം എന്താണ്? 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അള്ളാഹു തആല നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ബോധിപ്പിച്ചു ദുആ അള്ളാഹുവിനോട് മാത്രമാണ് എന്ന്. എങ്ങനെയാണത്? അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നവർ അവർ ഒരു ഈച്ചയെ പോലും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് കണ്ണുകൊണ്ട് കാണാവുന്നതാണ്. ഒരു വിഗ്രഹത്തിന് മുന്നിൽ ഈച്ച വന്നിരുന്നാൽ അതിനെ ആട്ടി അകറ്റാൻ ആ വിഗ്രഹത്തിന് സാധ്യമല്ല. അതുപോലെ മനുഷ്യർ ആരാധിക്കുന്ന ആരാധ്യന്മാർക്ക് ഒരു ഈച്ചയെ സൃഷ്ടിക്കുവാനോ ഈച്ചയിൽ നിന്ന് എന്തെങ്കിലും പിടിച്ച് തിരിച്ചു വാങ്ങാനോ സാധിക്കുന്നില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണാം, കാതുകൊണ്ട് കേൾക്കാം, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ മനുഷ്യന്റെ അഖൽ, മനുഷ്യന്റെ ബുദ്ധിയോട് അള്ളാഹു സംവദിക്കുന്നു ഈ ആയത്തുകളിലൂടെ. ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, രാപ്പകലുകൾ മാറ്റി മാറ്റി കൊണ്ടുവരുന്നത്, സൂര്യനെയും ചന്ദ്രനെയും ചലിപ്പിക്കുന്നത്, അതുപോലെ തന്നെ മറ്റെല്ലാ സൃഷ്ടികളെയും സംവിധാനിക്കുന്നത്, ഇതെല്ലാം ചെയ്തവനല്ലേ ആരാധന അർഹിക്കുന്നുള്ളൂ? ഇത് ബുദ്ധിപരമായ ചോദ്യമാണ്. നമ്മുടെ അഖലിനെ അള്ളാഹു തൗഹീദ് ബോധ്യപ്പെടുത്തുന്നു. ദുആ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, അവൻ മാത്രമേ ഇത് അർഹിക്കുന്നുള്ളൂ എന്ന് മനുഷ്യന്, ബുദ്ധിയുള്ള മനുഷ്യന് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഈ ആയത്തുകൾ അള്ളാഹു വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഫിത്രത്തുണ്ട്, ഒരു നൈസർഗിക വികാരമുണ്ട്. തനിക്കൊരു ആരാധ്യനുണ്ട്, തൻ്റെ ആവശ്യങ്ങൾ ചോദിക്കാൻ ഒരാളുണ്ട്. അങ്ങേയറ്റത്തെ പ്രയാസങ്ങളിലും ഞെരുക്കത്തിലും പെടുന്ന സന്ദർഭത്തിൽ മനുഷ്യന്റെ കൈ മുകളിലേക്ക് ഉയരും. അതാണ് അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് തന്നെ തെളിവായി അമ്മൻ യുജീബുൽ മുസ്തറ, ഞെരുങ്ങിയവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന അവനാരാണ് എന്ന് ചോദിച്ചത്. അങ്ങനെ പ്രയാസഘട്ടങ്ങളിൽ ചോദിക്കുകയും ഉത്തരം കിട്ടുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ ചോദിക്കാൻ ഉള്ള ഒരു വികാരമുണ്ട്. ഇത് മനുഷ്യന്റെ ഫിത്രത്താണ്. ഇപ്രകാരം മനുഷ്യന്റെ ബുദ്ധിയോടും അവന്റെ പഞ്ചേന്ദ്രിയങ്ങളോടും അവന്റെ വികാരത്തോടും അള്ളാഹു തആല സംവദിക്കുകയാണ്. അവരെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. ആരാധന അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, ദുആ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യം. ഇതാണ് പരമമായ യാഥാർത്ഥ്യം. ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ. ഇതാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കൽപ്പന. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പ്രത്യേകത ആർക്കുണ്ടോ അവനാണ് മുസ്ലിം. ഇതാർക്ക് നഷ്ടപ്പെട്ടുവോ അവൻ ഇസ്ലാമിൽ പിന്നെ സ്ഥാനമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ذلك بأن الله هو الحق. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു, ذلك بأن الله هو الحق, അല്ലാഹു ആകുന്നു അൽ ഹഖ്, وأن ما يدعون من دونه, അവന് പുറമെ പ്രാർത്ഥിക്കുന്നവർ, അവന് പുറമെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, ഹുവൽ ബാത്തുൽ, അതാകുന്നു ബാത്തുൽ. അഥവാ ഏറ്റവും വലിയ ബാത്തുൽ എന്ന് പറയുന്നത് അള്ളാഹുവിന് പുറമെ മറ്റു വല്ലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക എന്നുള്ളതാകുന്നു. അങ്ങനെ ചെയ്യുന്നവർ അവർ വ്യക്തമായ വഴികേടിലാണ്. അതാണ് ഏറ്റവും വലിയ ദലാലത്ത്. ഒരു മനുഷ്യന് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യർ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തേക്കാം, ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ ചെയ്തേക്കാം, വിവേകമില്ലാതെ പെരുമാറിയേക്കാം. പക്ഷെ ഏറ്റവും വലിയ അവിവേകം, ഏറ്റവും വലിയ ദലാലത്ത് അതെന്താണ്? ലഹു ദഅവത്തുൽ ഹഖ്,
അള്ളാഹുവിനാകുന്നു ന്യായപ്രകാരം പ്രാർത്ഥിക്കപ്പെടാനുള്ള അവകാശം. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ. അവന് പുറമെ മറ്റുള്ളതിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, മറ്റിലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ലാ യസ്തജീബൂന ലഹും ബിശൈ, അവർക്കൊരിക്കലും ഉത്തരം കിട്ടുകയില്ല. ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹ് വമാ ഹുവ ബിബാലിഗ്. വെള്ളം കിട്ടാൻ വേണ്ടി ദാഹിച്ച് വലഞ്ഞവൻ വെള്ളത്തിലേക്ക് കൈനീട്ടുന്നത് പോലെയാണ് അവരുടെ അവസ്ഥ. വെള്ളം മുന്നിലുണ്ട്, ആ വെള്ളം എടുത്തു കുടിക്കാതെ അതിലേക്ക് കൈനീട്ടിയാൽ വമാ ഹുവ ബിബാലിഗ്ഹി, ആ വെള്ളം അവൻ്റെ വായിൽ ഒരിക്കലും എത്തുകയില്ല. എന്നിട്ട് അല്ലാഹു തആല ഈ യാഥാർത്ഥ്യം പ്രഖ്യാപിക്കുന്നു. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. നിഷേധികളുടെ പ്രാർത്ഥന അതാകുന്നു ളലാലത്ത്, അത് അങ്ങേയറ്റം വലിയ ളലാലത്തിലാകുന്നു. അപ്പോൾ അല്ലാഹുവിന് പുറമെ മറ്റു വല്ല ശക്തികളെയും വിളിച്ചാൽ അതാകുന്നു ഹുവൽ ബാത്തിൽ, ഏറ്റവും വലിയ ബാത്തിൽ, അതാകുന്നു ദലാൽ, ഏറ്റവും വലിയ വഴികേട്. അല്ലാഹു തആല ഇത്തരം വഴികേടുകളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യുന്ന, ആവശ്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം പറയുന്ന, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിൽ തവക്കുലാക്കി അഭിമുഖീകരിക്കുന്ന ഭാഗ്യവാന്മാരായ, ധീരന്മാരായ, മുഅ്മിനീങ്ങളായ അവൻ്റെ അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, അല്ലാഹുവെ സൂക്ഷിക്കണം, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, അവന് മാത്രം ദുആ ചെയ്ത് മുവഹ്ഹിദീങ്ങളായി, മുഅ്മിനീങ്ങളായി മരണം വരെ തുടരണം എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്ലാമിൻ്റെ അടിത്തറയാണ് തൗഹീദ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഭംഗിയാണ് അള്ളാഹുവിനെ മാത്രം വിളിച്ച് ദുആ ചെയ്യുക എന്നത്, സൃഷ്ടികളെ സൃഷ്ടാവുമായി മാത്രം ബന്ധിപ്പിക്കുക എന്നുള്ളത് എന്ന കാര്യം നമ്മൾ പറയുകയുണ്ടായി. എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളും പറഞ്ഞ കാര്യം ഇതാണ്. ഒരു മുഅ്മിൻ്റെ അടിസ്ഥാന സ്വഭാവം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിൻ്റെ കാര്യം വിശുദ്ധ ഖുർആനിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവരെ ഉപേക്ഷിക്കരുത്, കൈവിടരുത്, അകറ്റരുത് എന്ന കാര്യം. അപ്പോൾ എന്താണ് സഹാബത്തിനെ കുറിച്ച് പറഞ്ഞത്? അങ്ങയുടെ കൂട്ടുകാരെന്നോ, താങ്കളുടെ സഹാബത്തെന്നോ, താങ്കളുടെ അനുയായികളെന്നോ, അണികളെന്നോ എന്നൊന്നുമല്ല അല്ലാഹു തആല പറഞ്ഞത്. വലാ തത്റുദില്ലദീന യദ്ഊന റബ്ബഹും, അല്ലാഹുവിനെ ദുആ ചെയ്യുന്ന ആളുകൾ, ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകൾ. വലാ തഅദു ഐനാക അൻഹും, അവരെ വിട്ട് താങ്കളുടെ കണ്ണൊന്ന് തെറ്റിപ്പോവുക പോലും ചെയ്യരുത്. അവരെ നോക്കിക്കൊണ്ടിരിക്കണം, എപ്പോഴും അവരെ നോക്കണമെന്നല്ല, നേരെ മറിച്ച് അവരോടുള്ള ബന്ധം അത്രയും ദൃഢമായിരിക്കണം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. കണ്ണുപോലും അവരെ വിട്ട് മറ്റുള്ളവരിലേക്ക് തിരിയരുത്. ഈ ആയത്തിൽ സഹാബത്തിനെ കുറിച്ച് ഉപയോഗിച്ച വാക്ക് യദ്ഊന റബ്ബഹും, റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെന്നാണ്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം, സഹാബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യദ്ഊന റബ്ബഹും, അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകൾ എന്നാണ്. ഇതാണ് ഒരു മുഅ്മിൻ്റെ സ്വഭാവം. അവൻ്റെ ജീവിതത്തിൽ ഏത് പ്രയാസമുണ്ടായാലും, അവൻ്റെ കുടുംബജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ അതുപോലെ തന്നെ മറ്റേത് മേഖലകളിലാണെങ്കിലും, പഠനത്തിലോ ജോലിയിലോ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലോ ഏത് പ്രയാസമുണ്ടായാലും അവന് ചോദിക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനോട് മാത്രം അവൻ ചോദിക്കും. ഒരു രോഗം വന്നാൽ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്. അവനാണ് ശിഫ നൽകുന്നത്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, അവന് മക്കളില്ലെങ്കിൽ അവൻ ഓർമ്മ വരുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്. വഅൻത ഖൈറുൽ വാരിസീൻ, നീയാണ് മക്കളെ നൽകുന്നവൻ. ഇതുപോലെ ഏതൊരു ഞെരുക്കമുണ്ടായാലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇതാണ് അമ്പിയാക്കളുടെ പ്രത്യേകത, ഇതാണ് സഹാബത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അല്ലദീന യദ്ഊന റബ്ബഹും എന്ന് അവരെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞത്. അല്ലേ, സഹാബത്ത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി. എന്തുകൊണ്ട് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം സഹാബത്തിൻ്റെ പ്രത്യേകത, അവരുടെ അടിസ്ഥാന സ്വഭാവം അത് അല്ലദീന യദ്ഊന റബ്ബഹും എന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, നേരെ മറിച്ച് നിഷേധികളുടെ അവസ്ഥ എന്താണ്? വൈദാ ദുക്കിറല്ലാഹു വഹ്ദഹു, അല്ലാഹുവിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഞെരുക്കമുണ്ടാകും അവരുടെ മനസ്സുകൾക്ക്. അല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കുകയില്ല. വഇദാ ദുക്കിറൽ ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ, അവനല്ലാത്തവരെ കുറിച്ച് പറഞ്ഞാൽ അവർ സന്തോഷിക്കും. അള്ളാഹുവിനെ കുറിച്ച് പറയുക എന്നുള്ളത് അവർക്ക് വിഷമമായിരിക്കും. മുഅ്മിനീങ്ങൾക്കോ യദ്ഊന റബ്ബഹും, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് അവരുടെ അടിസ്ഥാന സ്വഭാവം. അങ്ങനെയാകാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയുക. ഒരാവശ്യവും അള്ളാഹുവിന് അധികമാവുകയില്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവനൊരു സഹായിയുടെ ആവശ്യവുമില്ല. അവനിലേക്ക് അടുപ്പിക്കാൻ ഒരു ഇടയാളൻ്റെ ആവശ്യം നമുക്കില്ല. അള്ളാഹു അകലെയാണെങ്കിലേ അടുപ്പിക്കാൻ നമുക്കൊരു ഇടയാളൻ്റെ ആവശ്യമുള്ളൂ. വൈദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ ചോദിച്ചാൽ എന്തു പറയാനാണ് പഠിപ്പിച്ചത്? ഏതെങ്കിലും മധ്യസ്ഥന്മാരെ സ്വീകരിക്കാൻ അവരോട് പറയുക, അല്ലെങ്കിൽ താങ്കൾ അവർക്ക് മധ്യസ്ഥം പറയുക എന്നല്ല പറഞ്ഞത്. ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണ്. കണ്ട നാടിയേക്കാൾ, നമ്മുടെ കഴുത്തെ ഞരമ്പിനേക്കാളും നമ്മോട് അടുത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് ഒരിടയാളൻ്റെ ആവശ്യമില്ല. അവൻ്റെ ദീൻ പഠിപ്പിച്ചു തരാൻ നമുക്ക് ഇടയാളന്മാരെ വേണം.
അവൻ്റെ ദീൻ നമുക്ക് അറിയിച്ചു തരാൻ, അവനിലേക്ക് അടുക്കാനുള്ള വഴികൾ പഠിപ്പിച്ചു തരാൻ നമുക്ക് അമ്പിയാക്കളും മൗലിയാക്കളും ഉലമാക്കളും ഒക്കെ വേണം. പക്ഷേ അവനെ ഇബാദത്ത് ചെയ്യാൻ, അവനോട് ആവശ്യങ്ങൾ ചോദിക്കാൻ അതിന് നമുക്കൊരു ഇടയാളൻ്റെ ആവശ്യമില്ല. അള്ളാഹുവിനോട് ചോദിക്കുക. ഇതാണ് മുഅ്മിനീങ്ങളുടെ മാർഗം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യം. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ. നിങ്ങൾ അങ്ങേയറ്റത്തെ തദർറുഅോടുകൂടി, തദർറു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മ. ഈ വാക്കുണ്ടായത് തന്നെ ഈ ആശയത്തിൻ്റെ ആഴം പഠിപ്പിച്ചു തരുന്ന രൂപത്തിലാണ്. ദിർ എന്ന് പറഞ്ഞാൽ അകിട് എന്നാണ് അർത്ഥം. കന്നുകാലികൾ, ചെറിയ കുട്ടികൾ, കന്നുകാലികളുടെ കുട്ടികൾ പാല് കുടിക്കുന്നത്, അകിട്ടിൽ നിന്ന് പാല് കുടിക്കുന്നത് എങ്ങനെയായിരിക്കും? ആ പാല് കിട്ടാതെ അവർ പിടിവിടുകയില്ല. അതുപോലെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് താഴ്മയോടുകൂടി അത് കിട്ടിയേ തീരൂ എന്ന രൂപത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയതൻ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അതിരുവിടരുത്. പ്രാർത്ഥനയിൽ അതിരുവിടുക എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചുകൊണ്ട്, അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഹറാമുകൾക്ക് അള്ളാഹുവിനോട് ചോദിക്കുക. ഇങ്ങനെയുള്ള ഇഅ്തിദാ ഇല്ലാതെ അള്ളാഹും റസൂൽ പഠിപ്പിച്ച വിധത്തിൽ താഴ്മയോടെ വിനയത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അതിര് കവിയുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഭൂമിയിൽ ആ ഭൂമി അള്ളാഹു തആല നന്നാക്കിയതിനു ശേഷം പാപങ്ങൾ കൊണ്ട് നിങ്ങൾ ഭൂമി മലിനമാക്കരുത്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ വദ്ഉഹു ഖൗഫൻ വതമഅ. ഭയത്തോടെയും പ്രതീക്ഷയോടെയും അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഹ്സിനീങ്ങളായ, അള്ളാഹുവിനെ ആത്മാർത്ഥതയോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന, അവൻ്റെ സൃഷ്ടികളോട് അനുകമ്പയുള്ള മുഹ്സിനീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെ അടുത്ത് തന്നെയുണ്ട്. അഥവാ ആ ദുആക്കുള്ള ഉത്തരം വളരെ അടുത്ത് തന്നെയുണ്ട് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ആത്മാർത്ഥമായ ബന്ധത്തോടുകൂടി ജീവിക്കുന്ന, ഖൽബിൽ അള്ളാഹുവിലുള്ള പരിധിയില്ലാത്ത പ്രതീക്ഷയുമായി ജീവിക്കുന്ന അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وصل اللهم وسلم على عبدك ورسولك نبينا محمد وآله وصحبه أجمعين.